ഭാര്യയില്ലാത്ത രാത്രി എന്ന് പറഞ്ഞ ചിത്രം ഞാൻ ആദ്യം പാടിച്ചെങ്കിലും ഇതിഹാസങ്ങൾ ജനിക്കും മുൻപേ ഈശ്വരൻ ജനിക്കുമെന്നുള്ള ഒരു പാട്ടായിരുന്നു ആദ്യം, ആ ചിത്രത്തിലെ പാട്ടായിരുന്നു റിലീസ് ചെയ്തത്. ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിലാണ് ഇതിഹാസങ്ങൾ ഞാൻ പാടിയിരിക്കുന്നത്. ആ ഗാനം എന്നെ രണ്ടാമത് പാടിക്കാൻ തുടങ്ങി ദേവരാമാഷ്. അതിൻ്റെ റിഹേഴ്സൽ എന്നെ ഏകദേശം ഒരു ഒന്നര ആഴ്ച, എനിക്ക് കുറഞ്ഞൊരു 1.5 ആഴ്ചയെങ്കിലും എനിക്ക് റിഹേഴ്സൽ തന്നു. ആ ചിത്രത്തിൽ തന്നെ ദാസേട്ടൻ പാടിയ ഒരു പാട്ടുമുണ്ട്, ഇപ്പോൾ നിലവിൽ പാടിയിരിക്കുന്നത്. അന്ന് പാടിയിട്ടില്ലായിരുന്നു. ആ സ്ക്രിപ്റ്റ് തരുമ്പോൾ അതിനകത്ത് കാളിന്തി കാളിന്തി കണ്ണൻ്റെ പ്രിയ സൈ കാളിന്തി, ഈ ഒരു സ്ക്രിപ്റ്റാണ് ദേവരാമാഷ് എന്നെ പഠിപ്പിക്കാൻ തന്നത്. അങ്ങനെ ആ പാട്ട് പഠിപ്പിച്ച് ഒരു 4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് മാറ്റിയിട്ടാണ് ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പ് എന്നുള്ള ഒരു പാട്ട് എനിക്ക് തരുന്നത്. അത് എൻ്റെ ജീവിതത്തിലൊരു വലിയ വഴിത്തിരിവുണ്ടാകുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതൊരു 1.5 ആഴ്ച പാടിച്ചതിന് ശേഷമാണ് എനിക്ക് ഡേറ്റും സമയവും ഒക്കെ തരുന്നത്. അതിൻ്റെ റെക്കോർഡിങ് ഭരണി സ്റ്റുഡിയോയിലായിരുന്നു. ആദ്യ പാട്ടോടെ തന്നെ സിനിമയിൽ തന്റെ വരവറിയിച്ച ശ്രീകാന്ത് രണ്ടാമത്തെ ചിത്രത്തിലെ പാട്ടോടെ പ്രശസ്തിയിലേക്ക് ഉയരുകയായിരുന്നു. ആഗ്രഹിക്കാതിരുന്നിട്ടും സിനിമയിലെത്തി. അവിടെ സ്വന്തം മേൽവിലാസം രേഖപ്പെടുത്താനും ഈ ഗായകനായി. കലാകേരളത്തിന് ശ്രീകാന്തിന്റെ സംഭാവന വീണ്ടും വീണ്ടും പാടിക്കേൾക്കാൻ മോഹിക്കുന്ന ഒരുപിടി മധുരഗാനങ്ങളാണ്. അപ്പോൾ അന്ന് പ്രധാനമായിട്ടും എനിക്ക് എടുത്തു പറയാൻ ഒരു കാര്യം കൂടെ എനിക്ക് എടുത്തു പറയാനുണ്ട്. കാരണം ഞാൻ ദേവരായ മാഷിന് അടുത്ത് ചെല്ലുമ്പോൾ ശശിധരനായിരുന്നു. അപ്പോൾ ആ റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം, ആ റെക്കോർഡിങ് വേളയിൽ എൻ്റെ പേര് മാറ്റണമെന്ന് ദേവരായ മാഷ് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്നിങ്ങനെ അപ്സെറ്റായിപ്പോയി. കാരണം പറഞ്ഞാൽ അതെന്താ മാഷ് അത് പേര് മാറ്റേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു. അത് കാരണമുണ്ട്. കാരണം ഇവിടെ ST ശശിധരൻ എന്നൊരു ഗായകൻ ഇവിടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ഇവിടെ നിൽക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ക്ലാഷ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പേര് വരുന്നത്. കാരണം അത് നിനക്ക് പ്രയാസം ഉണ്ടാകുമെന്നറിയാം, അച്ഛനും അമ്മയും മടിയിലിരുത്തി ഇട്ട പേരല്ലേ, പെട്ടെന്നൊക്കെ മാറ്റുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും എന്ന് പറഞ്ഞു. സാരമില്ല, അത് പിന്നെ കേട്ട് വരുമ്പോഴത്തേക്ക് വിളിച്ചൊക്കെ വരുമ്പോൾ അത് ശരിയായിക്കൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ പേര് സ്വീകരിക്കുന്നത്. ശ്രീകാന്ത് എന്ന് പറഞ്ഞൊരു പേര് ദേവരാമാഷ് നിർദ്ദേശിക്കുന്നത്. അന്ന് ജോസഫ് സാറ്, വയലാർ സാറ് എല്ലാവരും ഉണ്ടായിരുന്നു അന്നവിടെ. അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു പേര് നിലവിൽ വന്നത്. ഇതിഹാസങ്ങൾ ജനിക്കും മുൻപേ ഈശ്വരൻ ജനിക്കും മുൻപേ പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. 60-ലേറെ സിനിമകളിലായി അതിലുമേറെ പാട്ടുകൾ ശ്രീകാന്തിൻ്റെതായിട്ടുണ്ട്. കാലത്തെ അതിജീവിക്കുന്ന പാട്ടുകൾ. പ്രഗത്ഭന്മാരായ പാട്ടുകാരുടെ ഒരു നിര തന്നെ സിനിമയിൽ സജീവമായി നിൽക്കുന്ന കാലത്താണ് ഈ ഗായകന്റെ അരങ്ങേറ്റം. അവർക്കൊപ്പം സിനിമയിൽ തൻ്റെതായ ഇടം കണ്ടെത്താനായത് ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നില്ല, ശ്രീകാന്തിൻ്റെ കഴിവുകൊണ്ടുമായിരുന്നു. അതിനുശേഷം ദേവരാമാഷ് കുറേ സിനിമകളിലൊക്കെ പാടിച്ച് നിൽക്കുമ്പോൾ തന്നെയാണ് മറ്റുള്ള സംഗീത സംവിധായകരൊക്കെ എന്നെ അറിഞ്ഞ് വിളിക്കുകയായിരുന്നു. അറിഞ്ഞ് വിളിക്കുക പറഞ്ഞാൽ പിന്നീട് എന്നെ വിളിച്ച് പാടിച്ചത് ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യനായ MK അർജുനൻ മാസ്റ്ററായിരുന്നു. അർജുനൻ മാസ്റ്റർ എനിക്ക് ആദ്യം തന്ന പാട്ട് ആശീർവാദം എന്ന ചിത്രത്തിൽ തപ്പുകൊട്ടി പാടുന്ന മണിക്കുട്ട എന്ന പാട്ടാണ്. എനിക്ക് തപ്പുകൊട്ടി പാടുന്ന മണിക്കൂട്ട, തകില് കൊട്ടിയാടുന്ന കളിക്കൂട്ടി, താലിപ്പീലി പൊട്ടിട്ടു താലോലം തുള്ളുന്ന താമരത്തുമ്പിയേ വേണോ, കണ്ണടയ്ക്കൂ കൈനീട്ടു എൻ്റെ സമ്മാനത്തുമ്പിയേ വാങ്ങൂ. അതായത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടമാണ്. കാരണം ദാസേട്ടനൊക്കെ പാടി തിളങ്ങി, അതായത് ഒരു വടവൃക്ഷം പോലെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ദാസേട്ടനൊക്കെ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പേയൊക്കെ ഞങ്ങൾ ചെന്ന് പാടുക എന്ന് പറയാം, അദ്ദേഹത്തിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിലേക്ക് പാടാനൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ഗായകനെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ദാസേട്ടൻ്റെ കൂടെയൊക്കെ എനിക്ക് പാടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിരുന്നു. കാരണം ഏതെങ്കിലും ഒരു പാട്ട് അതിനും ഒരു സന്ദർഭം എനിക്ക് കിട്ടിയിരുന്നു. ദാസേട്ടനും ജയൻ ചേട്ടനും ഞാനും കൂടെ ചേർന്ന് ദ്വന്ദ്വയുദ്ധം എന്ന ഒരു ചിത്രത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പാടിയിരുന്നു. അത് 3 ക്യാരക്ടർ അഭിനയിക്കുന്നതായതുകൊണ്ട് 3 വോയിസ് വേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ഒരു അപൂർവ സന്ദർഭങ്ങളാണതൊക്കെ. ജോൺസൻ്റെ കീഴിൽ, KJ ജോയിയുടെ കീഴിൽ, ജെ വിജയന്മാരുടെ കീഴിൽ, അപ്പോൾ അങ്ങനെ ശ്യാം മാസ്റ്ററുടെ കീഴിൽ, അങ്ങനെ എല്ലാവരുടെയും കീഴിൽ എനിക്കന്ന് പാടാൻ ഭാഗ്യം കിട്ടിയിരുന്നു എനിക്ക്.